ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അതിനു മുന്നേ ഈ കറി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതായത് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അങ്ങനെ ഞാനും തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ. പക്ഷേ എനിക്ക് ഇൻ ടൈമിന് ചാനലിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇനി പറ്റുന്ന സമയത്തോ കണ്ടൻറ്റും ഇല്ല. അപ്പോൾ ഞാനിന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിന്നൊരു റീല് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്ത് താ, അപ്പോൾ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഒന്ന് പറഞ്ഞാൽ. അങ്ങനെ അമ്മ പറഞ്ഞു നമുക്കിന്നൊരു ടൊമാറ്റോ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനും അത് എഗ്രി ചെയ്തു. ഈസി ആണല്ലോ, അധികം നേരം എഡിറ്റ് ചെയ്ത് പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈസി ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ റെസിപ്പിയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ 2 ടൊമാറ്റോ ആണ് എടുത്തത്, 2 പച്ചമുളകും. ഇത് രണ്ടും നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് കേട്ടോ, കൂടുതൽ പേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു 2 പേർക്കൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക. പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് സോർട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ ബെസ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടെ കറിക്ക് ഒരു ടേസ്റ്റ് ഫ്ലേവറും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ടൊമാറ്റോ എന്തുമാത്രം വെന്തിട്ടുണ്ടെന്ന്. ഈ ഒരു പരുവം എത്തുമ്പോഴാണ് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടേണ്ടത്. എന്നിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. മുളക് പൊടി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കുളമാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എരിവ് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എങ്കിൽ ഓൾറെഡി നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം മുളക് പൊടി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു പരുവം കണ്ടല്ലോ, ഞാൻ സ്പൂണിൽ എടുക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ടൊമാറ്റോ കറി. വെറും 5 മിനിറ്റ് മതി കേട്ടോ ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യൂ.